ശബരിമലയിൽ ഇന്നലെ എത്തിയത് 95,690 തീർത്ഥാടകർ. ഇന്ന് രാവിലെ തീർത്ഥാടകരുടെ വരി ശബരിപീഠം വരെ നീണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 2,000-നും 3,000-നും ഇടയിൽ തീർത്ഥാടകർ പമ്പയിൽ നിന്നും കയറുന്നു. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 95,690 പേരാണ് സന്നിധാനത്തെത്തിയതെന്നാണ് പോലീസ് കണക്ക്. ഇതിൽ ഏറ്റവും അധികം വർധനവുണ്ടായിട്ടുള്ളത് പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടക എണ്ണത്തിലാണ്. 12,000-ലധികം പേർ പുല്ലുമേട് വഴി വന്നു എന്നാണ് പോലീസിന്റെ ഇന്നലത്തെ കണക്ക്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കിനേക്കാളൊക്കെ കൂടുതലാണ്. വരും ദിവസങ്ങളിലും വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തീർത്ഥാടകരുടെ വരി മരക്കൂട്ടം പിന്നിട്ട് ശബരിപീഠം വരെ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത്. മണിക്കൂറിൽ 2,000-നും 3,000-നും ഇടയിൽ തീർത്ഥാടകരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്നത്. പക്ഷേ മരക്കൂട്ടം മുതൽ അല്ലെങ്കിൽ ശബരിപീഠം മുതൽ വലിയ നിയന്ത്രണങ്ങളോടെ തന്നെ അവർക്ക് ഇവിടേക്ക് എത്തിച്ചേരാനാകൂ. അതായത് 8-10 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ടുള്ളത് ഈ സ്പോട്ട് ബുക്കിങ്ങിന് പുറമെ മറ്റ് ദിവസങ്ങളിലേക്ക് ബുക്ക് ചെയ്തവർ കൂടി നേരത്തെ ദിവസങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അവർ ഇവിടെ സന്നിധാനത്തെത്തി ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ആ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു മകരവിളക്കിൻ്റെ സമയത്ത് പർണശാല കെട്ടി തീർത്ഥാടകർ സന്നിധാനത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് 2-3 ദിവസം നിന്ന് തൊഴുതു പോകുന്നതാണ് രീതി. ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ കുറെ കൂടി തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ വെർച്വൽ ക്യൂവിൻ്റെ വഴി വരുന്നവരുടെ എണ്ണം നിജപ്പെടുത്താനുള്ള ഒരു തീരുമാനവുമുണ്ട്. മകരവിളക്കിൻ്റെ അന്ന് 35,000 പേർക്ക് മാത്രമാണ് ദർശന അനുമതി ഉണ്ടാവുക എന്നാണ് ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. 30,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയായിരിക്കും ഉണ്ടാവുക. 13-ാം തീയതി 40,000 പേർക്കായിരിക്കും പ്രവേശനം. അത് 35,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയായിരിക്കും അനുമതി ഉണ്ടാവുക. മറ്റ് ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ 70,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് 5,000-ആയിട്ട് കുറയ്ക്കുകയും ചെയ്യും. അത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിലും കെട്ടിനിറച്ച് വരുന്ന തീർത്ഥാടകരെ ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് അവരെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുകൂടി വ്യക്തമാകുന്നുണ്ട് അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാണെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ പറയുന്നത് പോലെ പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ 8-10 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചിലവ് കണക്ക് നൽകാത്തതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ബോർഡിന്റെ വിശദീകരണത്തിൽ തൃപ്തിയില്ലെന്നും കൂടുതൽ സാവകാശം നൽകാനാവില്ലെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. യഥാസമയം കണക്ക് നൽകിയില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കണക്ക് അറിയിക്കാൻ ബോർഡിന് 1 മാസം കൂടി സാവകാശം നൽകി. സെപ്റ്റംബർ 20-നായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.